എൻ്റെ മോനെ എന്തുവാ ഇതിനകത്തിട്ട് ചെയ്തത്? ഇത്രയുള്ള പിച്ചാത്തി ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ പഠിക്കരുന്ന് എൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതിനകം കിടപ്പൊന്ന് കാണാണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അലുവ അതുലിൻ്റെ കൊലപാതകം കരുനാഗപ്പള്ളിയിൽ വെച്ചുണ്ടായത്. ജിം സന്തോഷ് വധക്കേസിലെ പ്രതിയായിരുന്നു അതുൽ കൊല്ലപ്പെടുമ്പോൾ ജിം സന്തോഷിൻ്റെ അമ്മ ഇപ്പോൾ റിപ്പോർട്ടർ TV ചേരുകയാണ്. മകനെ തീർത്തൊരാളെയാണ് ഇന്നലെ മറ്റൊരു സംഘം വന്നിട്ട് ഇല്ലാണ്ടാക്കുന്നത്. വാർത്ത അറിഞ്ഞിരുന്നോ? അറിഞ്ഞ് TV-ക്കകത്ത് കണ്ടായിരുന്നു. 27-ാം തീയതി ഒരു വർഷമാവുന്നു. അപ്പം ഞങ്ങൾ നാളെ ഇനി ഇത് ആണ്ട് നടത്തണം. അന്നേരം അത് ചൊവ്വാഴ്ച നടത്താനായിട്ട് അന്ന് 17 ആവത്തുള്ളൂ. ആ നാളിന് വേണം നമ്മളത് നടത്തേണ്ടത്. അതിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ഒരു പുണ്യത്തിന് ചെയ്യുന്നത്. അന്നേരം ആ നാളിന് വേണം നടത്തേണ്ടത്. അതിനുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇന്നലെ ഈ സംഭവം കേട്ടപ്പോൾ എന്താ അമ്മയ്ക്ക് തോന്നിയത്? തോന്നിയെന്തോ എൻ്റെ മോനെ ചെയ്തതെല്ലാം ഓർത്തും കൊണ്ട് നമ്മൾ സങ്കടപ്പെടുക. അല്ലാതെ നമ്മളെന്തുവാ, അവൻ തീർന്നത് എൻ്റെ മോൻ്റെ അടുത്ത് വന്ന് നിന്ന് തൊഴുത് ഞാൻ കരഞ്ഞ്. എൻ്റെ മോനെ എന്തുവാ ഇതിനകത്തിട്ട് ചെയ്തത്? ലാസ്റ്റ് 4 എണ്ണം കയറി ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നുമോനെ ഈ പടിക്ക് അവൻ ഇറങ്ങി. 4 പേരും ഇറങ്ങി, 2 പേര് പോയി, ഒരുത്തൻ ഈ മുറ്റത്തേക്കുന്നു, 3-ാമത്തവന്. ഇവൻ ഇവിടെ ഇരുന്ന് ഇത്രയുള്ള പിച്ചാത്തി ഉണ്ടല്ലോ, പിടി സഹിതം ഇത്രയേ ഉള്ളൂ ഈ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പഠിക്കിരുന്ന് എൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ അവിടെ നിൽക്കുക ചെയ്തിട്ട് യവന്മാരെല്ലാം ഇറങ്ങുന്ന കണ്ടും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് പിന്നെ എല്ലാം ഉണ്ടല്ലോ പൊട്ടിക്കുന്ന, അത് 2 എണ്ണം ചുടുക്കിനിരുന്ന്. അവൻ പറഞ്ഞ് പൊട്ടിയിടാന്ന് പറഞ്ഞ് മുറ്റത്ത് നിന്നവന്. അന്നേരം പെട്ടെന്ന് ഇതെന്തോ എങ്ങനെയാണെന്നോ എനിക്കറിയാൻ വയ്യ. എടുത്ത് ഇങ്ങനെ കടിക്കുക ഏതാണ്ട് കഴിക്കുന്നുണ്ട്, എറിഞ്ഞ്. അങ്ങനെ ഈ വീട്ടിനകത്തുള്ള സാധനങ്ങൾ മൊത്തം നശിച്ചതും ഇതിനകം കിടപ്പൊന്ന് കാണാണ്ടായിരുന്നു. ഇപ്പോൾ മോന് ചെയ്തതിൻ്റെ ഒരു തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അതുലിനെ മോനെ ചെയ്തതിന് തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയല്ലേ? അയ്യോ, ശിക്ഷയോ ദൈവമേ! ഇതുപോലെ ഒരു തള്ളമാർക്കും ഇതേപോലെ ഒരു രംഗം കാണേണ്ടി വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ അതുലിനെ ഇന്നലെ ഭയങ്കര ക്രൂരമായിട്ട് 4-അംഗ സംഘം കാറിൽ നിന്ന് ഇറങ്ങി ക്രൂരമായി വെട്ടിക്കൊന്നേ. അപ്പോൾ സന്തോഷിന് ചെയ്തതിന് തിരിച്ചു കിട്ടിയതാണോ? അല്ല, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അവർക്ക് ശിക്ഷയൊന്നും കിട്ടത്തില്ല. അത്രയ്ക്ക് സങ്കടമുണ്ട്. അയ്യോ, ആരായാലും അവർക്ക് നന്ദി. എനിക്ക് ചെയ്യാനൊക്കെ മോനെ, എനിക്ക് അല്ലെങ്കിൽ വല്ലവരും ഉണ്ടോ ചെയ്യാൻ? എൻ്റെ വേറെ 2 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ ജീവിക്കാൻ കിടന്ന് പെടുന്ന പാടെ അവർക്കേ അറിയാനൊക്കത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് എന്തുവാ മനുഷ്യൻ്റെയൊക്കെ പ്രയാസങ്ങളും കാര്യങ്ങളും. അതുലിനെ പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ? ഇങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടേ എനിക്കത് അറിയാവുള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്നെങ്കിലും അവന്മാരെ ചെവ്വേ കാണാനൊക്കത്തില്ല എനിക്ക്. രാത്രിയിലെ എപ്രാളത്തിൽ നമ്മൾ ഇറങ്ങുന്നതല്ലേ, അന്നേരം അമ്മക്ക് ആളിനെ വ്യക്തമാകത്തില്ലല്ലോ മുഖമൊക്കെ. എൻ്റെ മോനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തവന്മാരെ അവന് വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം. ആരെയും ഈ ആദ്യ കൃത്യം ചെയ്യരുത്. അവൻ പോയതിന് വളരെ നന്ദി. എനിക്ക് സമാധാനമാണ് അവൻ ചത്തത്. എന്തായാലും ജിം സന്തോഷിൻ്റെ അമ്മയാണ് റിപ്പോർട്ടർ TV ചേർന്ന്. നമുക്ക് ഈ റൂമിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഈ റൂമിൽ വെച്ചാണ് ഏകദേശം 1 വർഷം മുമ്പ് ജിം സന്തോഷിനെ അലുവ അതുൽ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഈ റൂമിലായിരുന്നു സംഭവം. ഇവിടെ അമ്മ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പടക്കമൊക്കെ എറിഞ്ഞ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. എന്തായാലും ഇപ്പോൾ ജിം സന്തോഷ് വധക്കേസിലെ പ്രതി അലുവ അതുൽ കൊലപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ അത് സന്തോഷമാണ്. ആ ചെയ്ത ആളുകളോട് നന്ദിയാണ് ഈ അമ്മ പ്രകടിപ്പിക്കുന്നത്. കാരണം ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു ആ വേദന അതൊരു ഘട്ടം കഴിയുമ്പോൾ അത് ഈ മരണവാർത്ത കേൾക്കുമ്പോൾ അതൊരു സന്തോഷത്തിലേക്ക് വഴിമാറുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ കൊലപാതകങ്ങളും കത്തിക്കുത്തുകളും ആക്രമണങ്ങളും ഒന്നും സമൂഹത്തിന് നല്ലതല്ല. പക്ഷേ ഈ അമ്മ ഇപ്പോഴെന്തായാലും ഈ മരണത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടർ TV പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.